അതുപോലെ നിങ്ങൾക്ക് ഇൻഫോസിസിൻ്റെ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് ഡിപ്ലോമക്കാരായതുകൊണ്ട് മിക്കവാറും നെറ്റ്വർക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് നെറ്റ്വർക്ക് മാത്രം പഠിച്ചുകൊണ്ടിരിക്കേണ്ട, ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ നെറ്റ്വർക്കിങ്ങിലേക്കായിരിക്കും നിങ്ങളെ മിക്കവാറും റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പം നെറ്റ്വർക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ നിങ്ങളെ എൻ്റെ സബ്ജക്റ്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ വരുന്ന ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് നെറ്റ്വർക്ക് അറിയത്തില്ലെങ്കിൽ അയാൾ ചോദിക്കത്തുമില്ല. അതുകൊണ്ട് എന്നെ കൊല്ലരുത് ചോദിച്ചില്ലെങ്കിൽ. ഫിസിക്കൽ ടോപ്പോളജിയാണ് നമ്മൾ പഠിച്ചത്. 4 ടൈപ്പ് ഫിസിക്കൽ ടോപ്പോളജി ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ 2 കമ്പ്യൂട്ടറുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ളതാണ് ഫിസിക്കൽ ടോപ്പോളജിയിൽ വരുന്നത്. അത് മെഷ്, സ്റ്റാർ, ബസ്, റിങ്. മെഷാണ് ഏറ്റവും ക്യൂബർസം, ഏറ്റവും ഹെവി ആയിട്ടുള്ള സാധനം മെഷാണ്. ഒത്തിരി ഗുണങ്ങളും, അതുകൊണ്ട് അതിന് ഒത്തിരി ഗുണങ്ങളും ഉണ്ട്, കുറച്ച് ദോഷങ്ങളും ഉണ്ട്. കുറച്ച് ദോഷങ്ങളുള്ളതെന്ന് പറഞ്ഞാൽ ദോഷമുള്ളത് ഒത്തിരി കേബിളിങ് വരുമെന്ന് മാത്രമേ ഉള്ളൂ. അത് പക്ഷേ നല്ല 20 പ്രശ്നമാണ്. കാരണം ഒത്തിരി കേബിൾ വരും. 100 കമ്പ്യൂട്ടറുള്ള ഒരു സിസ്റ്റം മെഷ് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഓരോ കമ്പ്യൂട്ടറിൽ നിന്നും 99 ലൈൻസ് അപ്പുറത്തെ കമ്പ്യൂട്ടറുകളിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതൊരു വലിയ ഡ്രോബാക്കാണ് മെഷ് ടോപ്പോളജിയുടെ. മെഷ് ടോപ്പോളജി ഇങ്ങനെയാണ്, n×n-1/2 കണക്ഷൻസ് ഉണ്ടാവും. അടുത്തത് സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജി നമുക്കറിയാം സ്റ്റാർ പോലെ ഇരിക്കുന്ന ടോപ്പോളജിയാണ്. ഈ ഫിഗറിൽ അത് സ്റ്റാർ ഷേപ്പിലല്ല കാണിച്ചേക്കുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ പഠിപ്പിച്ചപ്പം അത് സ്റ്റാർ ഷേപ്പിലുള്ള ഒരെണ്ണം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹബ്ബ് നടുക്ക് വരയ്ക്കുക, എന്നിട്ട് അതിൽ നിന്ന് സ്റ്റാറിൻ്റെ 5 ഇതുപോലെ ലീഫ് പോലെ 5 ലീഫായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുക. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഈ ഫിഗറും ചില ടെക്സ്റ്റുകളിൽ കാണുന്നുണ്ട്, പക്ഷേ കുറച്ചുകൂടെ നല്ലത് മറ്റേതാണ്. കൂടുതൽ ടെക്സ്റ്റിൽ കാണുന്നത്, അതായത് കണ്ടാൽ തന്നെ നടുക്കൊരു ഹബ്ബും അതിൻ്റെ 5 സൈഡിലേക്ക് 5 സ്റ്റേഷനുകളും കണക്ട് ചെയ്യുന്ന പോലെ വരയ്ക്കുകയാണ്. സ്റ്റാർ ടോപ്പോളജി ഈച്ച് ഡിവൈസ് ഹാസ് ഡെഡിക്കേറ്റഡ് പോയിന്റ് ടു പോയിന്റ് ലിങ്ക് ഓൺലി ടു എ സെൻട്രൽ കൺട്രോളർ. ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റാർ ടോപ്പോളജിയിൽ നടുക്കൊരു ഹബ്ബ് ഉണ്ടാവും. വൈറ്റിലെ ഹബ്ബ് പോലെ തന്നെയാണ് എല്ലാ ഡിവൈസും, എല്ലാ ബസ്സുകളും വൈറ്റിലെ ഹബ്ബിൽ കയറി ഇറങ്ങി പോകുന്ന പോലെ എല്ലാ ഡാറ്റ കമ്മ്യൂണിക്കേഷനും നടുക്കുള്ള ഹബ്ബിൽ കയറി ഇറങ്ങി പോകും. ഡിവൈസ് ആർ നോട്ട് ഡയറക്ട്ലി ലിങ്ക് ടു വൺ അനദർ. ഒന്ന് മറ്റൊന്നിനോട് ഡയറക്ട്ലി ലിങ്ക്ഡ് അല്ല, പക്ഷേ ഹബ്ബിൽ കണക്ട് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇവിടുന്ന് കോട്ടയത്ത് പോകണമെങ്കിൽ നേരെ ഹബ്ബിൽ പോവുക, ഹബ്ബിൽ ചെന്ന് ഹബ്ബിലേക്കുള്ള ബസ്സേ കയറി ഇവിടുന്ന് അവിടെ ഇറങ്ങുക, എന്നിട്ട് അവിടുന്ന് നേരെ കോട്ടയം ബസ്സിൽ കയറി പോവുക. അതാണ് ഹബ്ബിൻ്റെ ഉദ്ദേശം. അതാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് സ്റ്റാർ ടോപ്പോളജി. അൺലൈക്ക് മെഷ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി ഡസ് നോട്ട് അലൗ ഡയറക്റ്റ് ട്രാഫിക് ബിറ്റ്വീൻ ഡിവൈസ്. നമ്മുടെ സ്റ്റാർ ടോപ്പോളജിയിൽ മെഷ് ടോപ്പോളജിയിൽ ഓരോ ഡിവൈസും അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കുമായിരുന്നു. അതിനിടയ്ക്ക് മൂന്നാമതൊരാളില്ല. പക്ഷേ ഈ കേസിൽ മൂന്നാമതൊരാളുണ്ട്. അയാളുടെ പേരാണ് ഹബ്ബ്. The controller acts as an exchange. If one device wants to send data to another, it sends the data to the controller, which then relays the data to the other connected device. അപ്പോൾ കൺട്രോളറിലേക്ക് ഓരോന്നും ഡാറ്റ അയക്കും. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് നോക്കിയിട്ട് കൺട്രോളർ അത് അടുത്ത സ്ഥലത്തേക്ക് അതിനെ പറഞ്ഞു വിടും. അതാണ് സ്റ്റാർ ടോപ്പോളജി. ആ സെൻട്രലി ഉള്ള കൺട്രോളറിൻ്റെ പേര് ഹബ്ബ് എന്നാണ് കേട്ടോ. സ്റ്റാർ ടോപ്പോളജി ഈസ് ലെസ് എക്സ്പെൻസീവ് ദാൻ മെഷ്. ലെസ് എക്സ്പെൻസീവ് ആണ്. കാരണം എന്താണ്? നമ്പർ ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടും കുറവ് മതി. കാരണം ഒരു കമ്പ്യൂട്ടർ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് നമ്മുടെ ഹബ്ബിലേക്ക് മാത്രം കൊടുത്താൽ മതി. വേറെ എല്ലാ ഡിവൈസിലേക്കും കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ വയറിൻ്റെ ചിലവ് കുറയും, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് കുറയും. ഇൻ സ്റ്റാർ ഈച്ച് ഡിവൈസ് നീഡ്സ് ഓൺലി വൺ ലിങ്ക് ആൻഡ് ദ IO പോർട്ട് ടു കണക്ട് ടു ഇറ്റ് ടു എനി നമ്പർ ഓഫ് അതേഴ്സ്. എത്ര സിസ്റ്റം നമ്മുടെ കണക്ഷനിലുണ്ടെങ്കിലും നമ്മൾ ഒരു പുതിയ കമ്പ്യൂട്ടർ ആഡ് ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് പറഞ്ഞ എടുത്ത് ഹബ്ബിലേക്ക് മാത്രം കൊടുത്താൽ മതി. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഫാർ ലെസ് കേബിളിംഗ് നീഡഡ്. കേൾക്കാമോ? അപ്പോൾ അഡീഷനും ഡിലീഷനും ഒക്കെ എളുപ്പമാണ്. പുതിയ ഒരെണ്ണം ആഡ് ചെയ്യണം, അല്ലെ ഒരെണ്ണം എടുത്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഹബ്ബിലേക്കുള്ള കണക്ഷൻ പിടിപ്പിക്കുക, എടുത്ത് മാറ്റുക, അത്രേ ഉള്ളൂ. അതർ അഡ്വാൻറ്റേജസ് ഇൻക്ലൂഡ് റോബസ്റ്റ്നെസ്. റോബസ്റ്റ്നെസ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. റോബസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ഫെയിലിയർ എന്നാണ്. അതായത് ഒരു തട്ടുകേട് പറ്റിയാൽ അതിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവാണ് റോബസ്റ്റ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജാവ റോബസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ജാവയ്ക്ക് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഒക്കെ ഉണ്ടെന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ പ്രോഗ്രാമിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു എറർ വന്നാലും പ്രോഗ്രാം ഫുള്ള് ക്ലാഷ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ജാവ റോബസ്റ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇതുണ്ട്. ഇഫ് വൺ ലിങ്ക് ഫെയിൽസ് ഓൺലി ദാറ്റ് ലിങ്ക് ഈസ് അഫക്റ്റഡ്. അത് ഈ കേസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ലിങ്ക് ഫെയിൽ ചെയ്താൽ അത് ആ ലിങ്ക് വഴി കണക്ട് ചെയ്തേക്കുന്ന കമ്പ്യൂട്ടറായിട്ടുള്ള കണക്ഷൻ മാത്രമേ ഫെയിൽ ആകത്തുള്ളൂ, ബാക്കിയെല്ലാം വർക്ക് ചെയ്യും. അതുപോലെ വൺ ബിഗ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റാർ ടോപ്പോളജി ഈസ് എ ഡിപ്പെൻഡൻസി ഓൺ ഹോൾ ടോപ്പോളജി. അതായത് നമ്മുടെ ഹബ്ബിൽ വെള്ളം കയറി പോയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഹബ്ബിലേക്കുള്ള വഴിയിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു മരം വീണ് ബ്ലോക്കായി പോയെന്ന് വിചാരിക്കുക. ഹബ്ബിലേക്ക് ബസ്സിനൊന്നും കയറാൻ പറ്റുന്നില്ല എങ്കിൽ, അതായത് എന്തെങ്കിലും കാരണവശാൽ ഹബ്ബ് ഡൗൺ ആയി പോയാൽ എന്ത് ചെയ്യും? മുഴുവൻ കമ്മ്യൂണിക്കേഷനും ഫെയിലിയർ ആകും. എറണാകുളം ടൗൺ മൊത്തം ബ്ലോക്ക് വരും. അപ്പോൾ അതാണ് ഈ മെഷ് ടോപ്പോളജിയിലും സ്റ്റാർ ടോപ്പോളജിയിലും
ഹബിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഫുൾ കമ്മ്യൂണിക്കേഷൻ ഡൗൺ ആയി പോകും. അപ്പോൾ ഹബിൻ്റെ കേസിൽ നോക്കിയാൽ റോബസ്റ്റ് അല്ല, കാരണം ഹബിന് ഫെയിലിയർ വന്നാൽ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷേ മറ്റ് ഡിവൈസസിന് വന്നാലും ബാക്കി കാര്യങ്ങൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടോ ചോദിക്കുക കേട്ടോ. ഇതാണ് സ്റ്റാർ ടോപ്പോളജിയുടെ ഫിഗർ. ആ പറഞ്ഞോ. PPT കാണുന്നില്ലേ? അപ്പോൾ ഇതാണ് സ്റ്റാർ ടോപ്പോളജിയുടെ ഫിഗർ. ഇത് റെക്കോർഡ് ചെയ്യുന്ന സെഷനിൽ നിന്ന് നോക്കി വരച്ചാലും മതി കേട്ടോ. അടുത്തത് ബസ് ടോപ്പോളജി. ബസ് നമുക്കറിയാം, ബസ് ഒരു റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കും. ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള സമയത്ത് കയറാം, ആവശ്യമുള്ള സമയത്ത് ഇറങ്ങാം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ബസ് ടോപ്പോളജി. നമ്മുടെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിലെ ബസ് തന്നെ, ബസ്സിൻ്റെ പേര് ഇത് തന്നെയാണ്. ബസ് എന്ന് പറഞ്ഞാൽ 2 ഡിവൈസസോ 2-ൽ കൂടുതൽ ഡിവൈസസിനെയോ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബസ്സാണ്. സാറ്റ ബസ്, പാറ്റ ബസ് എന്നൊക്കെ പറഞ്ഞ് ഹാർഡ്വെയറിൽ പഠിച്ചിട്ടുണ്ടാവും. അതിൽ സാറ്റ ബസ് എന്നൊക്കെ പറഞ്ഞാൽ ഹാർഡ് ഡിസ്കും മദർ ബോർഡും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. CD ഡ്രൈവും മദർ ബോർഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന, അങ്ങനെ പല ഡിവൈസ് തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ കേസിലും ഇതിനകത്തൊരു സെൻട്രൽ ബസ്, ഒരു വയർ പോകുന്നുണ്ടാവും. ആ വയർ, ബസ് എന്നാണ് അതിൻ്റെ പേര്. ആ വയറിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ കണക്ഷൻ എടുക്കാം, എന്നിട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ കണക്ഷൻ കൊടുക്കാം. നിങ്ങളുടെ വീട്ടിൽ വരുന്ന കേബിൾ TV നെറ്റ്വർക്കാണ് ബസ് ടോപ്പോളജിയുടെ ക്ലാസിക് എക്സാമ്പിൾ. നമ്മുടെ എന്താന്ന് പറയുക, ഒരു സ്റ്റാർ ടോപ്പോളജിയുടെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ നമ്മുടെ ഇവിടെ കമ്പ്യൂട്ടർ ലാബിൽ കമ്പ്യൂട്ടർ കണക്ട് ചെയ്തേക്കുന്ന സ്റ്റാർ ടോപ്പോളജിയിലാണ്. ഒരു സ്വിച്ച് ഉണ്ടാവും. ആ സ്വിച്ചിൽ നിന്ന് എല്ലാ ഡിവൈസിലേക്കും കണക്ഷൻ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ സ്വിച്ചിന് സെൻട്രൽ ഹബ് അല്ലെങ്കിൽ കൺട്രോളർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ബസ് ടോപ്പോളജിയുടെ ക്ലാസിക് എക്സാമ്പിൾ നമ്മുടെ കേബിൾ TV കണക്ഷനാണ്. ഒരു വയർ മെയിൻ റോഡിൽ കൂടെ പോകുന്നുണ്ടാവും. ആ വയറിൽ നിന്ന് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ഓരോ കണക്ഷൻസ് എടുത്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് കണക്ഷൻ ഇട്ടിട്ടുണ്ടാവും. ആ മെയിൻ കേബിളിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള വയർ കണക്ട് ചെയ്യുന്ന ഡിവൈസിന് ടാപ്പ് എന്ന് പറയും. ആ ടാപ്പ് അല്ലെങ്കിൽ ആ ഡിവൈസ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വലിക്കുന്ന ലൈന് ഡ്രോപ്പ് ലൈൻ എന്ന് പറയും. രണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. 1 long cable acts as backbone. Nodes are connected to the bus cable by drop lines and taps. A drop line is a connection between the device and the main cable. നമ്മുടെ വീട്ടിലെ ഡിവൈസും മെയിൻ കേബിളും തമ്മിൽ കണക്ഷൻ പോയെങ്കിൽ നമ്മുടെ പറമ്പിൽ കൂടെ കയറി വരുന്ന വയറിനാണ് ഡ്രോപ്പ് ലൈൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ടാപ്പ് എന്ന് പറഞ്ഞാൽ കണക്ഷൻ ദാറ്റ് ഐദർ സ്പ്ലൈസസ്, അതായത് നമ്മുടെ മെയിൻ കേബിളിനെ കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് കണക്ഷന് വേണ്ടിയിട്ട് ഇടുന്ന ഡിവൈസിനെയാണ് ടാപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു മെയിൻ പൈപ്പ് ലൈൻ പോകുന്നുണ്ടെങ്കിൽ അതൊരു ടാപ്പ് കണക്ട് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് വെള്ളം പുറത്തേക്ക് എടുക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ തന്നെ ബസ്സിൽ ടാപ്പ് കണക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് വേറെ കണക്ഷൻ എടുക്കാൻ പറ്റും. ബസ് ടോപ്പോളജിയുടെ ഫിഗർ ഇതാണ്. ഒരു ഡ്രോപ്പ് ലൈൻ, ഈ കാണുന്നതാണ് ഡ്രോപ്പ് ലൈൻ, ഈ കാണുന്നതാണ് ഡ്രോപ്പ് ലൈൻ. ഇതാണ് മെയിൻ ബസ് ലൈൻ, ബാക്ക് ബോൺ എന്ന് പറയുന്ന ബസ് ലൈൻ ഇതാണ്. ഇതിൽ ടാപ്പ് എന്ന് പറയുന്ന സാധനത്തിൽ നിന്നാണ് ഡ്രോപ്പ് ലൈൻ നമ്മുടെ വീട്ടിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. ആ സിഗ്നൽ ട്രാവൽസ് അലോങ് ദ ബാക്ക് ബോൺ. സം ഓഫ് ഇറ്റ്സ് എനർജി ഈസ് ട്രാൻസ്ഫോംഡ് ഇൻടു ഹീറ്റ് എനർജി. അപ്പോൾ ഇതിനൊരു പ്രശ്നമുള്ള എന്താണെന്ന് ചോദിച്ചാൽ, ലോങ് ഡിസ്റ്റൻസ് പോകുന്നുണ്ടായിരിക്കും, നമ്മുടെ വീട്ടിലെ കേബിൾ വരുന്നത് ഒത്തിരി ദൂരെ നിന്നായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സിഗ്നൽ സ്ട്രെങ്ത് കുറഞ്ഞു പോകുന്ന ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്ററുകൾ വെക്കും. റിപ്പീറ്റർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സിഗ്നലിനെ റീജനറേറ്റ് ചെയ്യും. അതായത് സിഗ്നൽ ഏത് ഫോമിലാണോ അതിനെ വീണ്ടും റീജനറേറ്റ് ചെയ്യും. Therefore, it becomes weaker and weaker as it travels further. For this reason, there is a limit on the number of taps and bus can support and a distance between those taps. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എനർജി ലെവലിൽ നമ്മൾ ട്രാൻസ്മിഷൻ നടത്തുമ്പോൾ അത് ചിലപ്പോൾ 10 ടാപ്പ് ഇടാൻ പറ്റത്തുള്ളൂ, അല്ല 20 ടാപ്പ് ഇടാൻ പറ്റുള്ളൂ എന്നൊരു ലിമിറ്റേഷൻ കാണും. അതാണ് ഇതിനകത്തൊരു ലിമിറ്റേഷൻ ഉള്ളത്. പക്ഷേ അത് ഇവർ കേബിൾ TVക്കാർ അത് അതിജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അത് ഇതിടും, എന്താ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റർ വെച്ച് സിഗ്നലിനെ വീണ്ടും സ്ട്രെങ്തൻ ചെയ്യും. സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ പിന്നെ റിപ്പീറ്റർ വെച്ച് റീജനറേറ്റ് ചെയ്ത് വീണ്ടും സെൻഡ് ചെയ്യും. അപ്പോൾ വീണ്ടും ഇപ്പം ആ ഒരു ട്രാൻസ്മിഷനിൽ 20 തന്നെ പറ്റത്തുള്ളെങ്കിൽ 20 കഴിഞ്ഞ് 21ാമത്തെ സ്ഥലത്ത് അവർ റിപ്പീറ്റർ ഇട്ട് വീണ്ടും സിഗ്നലിനെ സ്ട്രെങ്ത് ആക്കും. അത് കഴിഞ്ഞ് വീണ്ടും 20 കൊടുക്കും. അങ്ങനെ കൊടുത്തു പോകും. നിങ്ങൾ വഴിയിലിറങ്ങിയിട്ട് കേബിൾ TVയുടെ ലൈനെ നോക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ വല്ല കുഴിക്കകത്ത് വീഴാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അതല്ലാതെ നോക്കി പോവുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റേൽ കാണും, ഒരു വലിയ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു പെട്ടി ആ പോസ്റ്റേ വെച്ചിട്ടുണ്ടാവും. അതിലേക്ക് കറണ്ട് കണക്ഷനൊക്കെ എടുത്തിട്ടുണ്ടാവും. ആ സാധനമാണ് റിപ്പീറ്റർ. ഡിസഡ്വാൻറ്റേജസ് ഇൻക്ലൂഡ് ഡിഫിക്കൽട്ട് റീകണക്ഷൻ ആൻഡ് ഫോൾട്ട് ഐസൊലേഷൻ. റീകണക്ഷൻ ഡിഫിക്കൽട്ടാണ്. അതായത് ഈ മെയിൻ കേബിളിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ഈ മെയിൻ കേബിൾ വീണ്ടും ഇടുക എന്ന് പറയുന്നത് ഒരു വലിയ പണിയാണ്.
എല്ലാ സ്ഥലത്തും ടാപ്പ് വീണ്ടും കണക്ട് ചെയ്ത് അങ്ങനെയൊക്കെ വരും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇരുന്ന് കേബിൾ ടി വിയിൽ സീരിയൽ കാണുന്ന നമ്മുടെ അമ്മച്ചിമാർക്കൊക്കെ അരിശം വരും. ഫോൾട്ട് ഐസൊലേഷൻ ഡിഫിക്കൽട്ടാണ്. ഒരു വലിയ കേബിളാണ് പോകുന്നത്, അതുള്ളതുകൊണ്ട് ഇതിൽ എവിടെയാണ് പ്രശ്നം വരുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. ഇൻ അഡീഷൻ എ ഫോൾട്ട് ഓർ ബ്രേക്ക് ഇൻ ദ ബസ് കേബിൾ സ്റ്റോപ്സ് ഓൾ ട്രാൻസ്മിഷൻ. ഈ മെയിൻ കേബിൾ പൊട്ടിപ്പോയാൽ അവിടുന്ന് അപ്പുറത്തേക്കുള്ള ആർക്കും ഡാറ്റ സിഗ്നൽ കിട്ടത്തില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇതാണ് ബസ് ടോപ്പോളജി. അടുത്ത ലാസ്റ്റത്തേത് റിംഗ് ടോപ്പോളജിയാണ്. പിന്നെ റിംഗ് ടോപ്പോളജി, ഈച്ച് ഡിവൈസ് ഹാസ് ഡെഡിക്കേറ്റഡ് പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ഓൺലി ടു 2 ഡിവൈസസ്. അതായത് അതിൻ്റെ 2 സൈഡിൽ ഇരിക്കുന്ന ഡിവൈസ്. ഇപ്പോൾ ഈ പർട്ടിക്കുലർ കേസിൽ നോക്കിയാൽ ഈ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടും അതിൻ്റെ 2 സൈഡിൽ ഒരു ഡിവൈസിൽ നിന്ന് അതിൻ്റെ 2 സൈഡിലേക്കുള്ള ഡിവൈസസിലേക്ക് മാത്രമേ കണക്ഷൻ പോകുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇവന് ഒരു ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ അത് ഇവിടെ വന്നിട്ട് ഈ സ്റ്റേഷനകത്ത് കയറിയിട്ട് പിന്നെ ഇങ്ങനെ പോകത്തുള്ളൂ. ഇത് ഇങ്ങനെയാണ് വരച്ചേക്കുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് വരുന്ന കണക്ഷൻ ഇതിനകത്ത് കയറിയിട്ട് പിന്നെ ഇതിൽ നിന്ന് വീണ്ടും അടുത്ത കണക്ഷനായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇത് ഒറ്റ ലൈനായിട്ട് വരച്ചേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെയല്ല ആക്ച്വലി ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് നേരെ ഇങ്ങനെ വന്നിട്ട് ഇതിലെ നേരെ അങ്ങ് പോകുമെന്ന് വിചാരിക്കും. പക്ഷേ റിംഗ് ടോപ്പോളജിയിൽ അങ്ങനെയല്ല പോകുന്നത്. റിംഗ് ടോപ്പോളജിയിൽ ഓരോ ഡിവൈസിനകത്തും കയറിയേ പോകുള്ളൂ. അത് റിംഗ് ടോപ്പോളജിയുടെ ഒരു പ്രത്യേകതയാണ്. In ring topology, each device has dedicated point-to-point connection with only 2 devices on either side. Either side ഉള്ള 2 devices ആയിട്ട് മാത്രമേ കണക്ഷൻ ഉണ്ടാവുള്ളൂ. A signal is passed along the ring in one direction from the device to device. ഒരു ഡയറക്ഷനിൽ മാത്രമേ സിഗ്നൽ പാസ് ചെയ്യത്തുള്ളൂ. അത് ഒരു ഡിവൈസിൽ നിന്ന് അടുത്ത ഡിവൈസിലേക്കായിരിക്കും വിടുന്നത്. അപ്പോൾ അതല്ല അടുത്തതിലേക്കാണ് പോകേണ്ടതെങ്കിൽ അത് വീണ്ടും അടുത്തതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ റിംഗ് ടോപ്പോളജിയിൽ പോകുള്ളൂ. ഈച്ച് ഡിവൈസ് ഇൻ ദ റിംഗ് ഇൻകോപ്പറേറ്റ്സ് എ റിപ്പീറ്റർ. അതായത് ഓരോ സ്ഥലത്തും സിഗ്നൽ റീജനറേറ്റ് ചെയ്യും. ഇതിൽ ഞാൻ പറഞ്ഞ കേസിൽ ഇവിടുന്ന് ഈ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഇതിൽ നിന്ന് ആദ്യം ഈ സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ യാത്ര ചെയ്ത് ഇവിടെ വരുമ്പോഴത്തേക്കും സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു റിപ്പീറ്റർ വെച്ചിട്ട് അതിനെ വീണ്ടും റീജനറേറ്റ് ചെയ്തിട്ടാണ് അടുത്തതിലേക്ക് വിടുന്നത്. അപ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ എത്ര ഡിവൈസ് ഉണ്ടെങ്കിലും ഇതിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് കുറയത്തില്ല. കാരണം ഓരോ സ്ഥലത്തും സിഗ്നലിനെ വീണ്ടും റീജനറേറ്റ് ചെയ്തിട്ടാണ് വിടുന്നത്. അപ്പോൾ സിഗ്നൽ മുമ്പത്തെ ഇതിൽ പറഞ്ഞ ബസ് ടോപ്പോളജിയിൽ പറഞ്ഞ സിഗ്നൽ സ്ട്രെങ്ത് കുറഞ്ഞു പോകും എന്നുള്ള പ്രശ്നം ഈ കേസിൽ വരില്ല. ഈച്ച് ഡിവൈസ് ഇൻ ദ റിംഗ് ഇൻകോർപ്പറേറ്റ്സ് എ റിപ്പീറ്റർ. വെൻ ദ ഡിവൈസ് റിസീവ്സ് എ സിഗ്നൽ ഇൻറ്റൻഡഡ് ഫോർ അനദർ ഡിവൈസ്, ഇറ്റ്സ് റിപ്പീറ്റർ റീജനറേറ്റ്സ് ദ ബിറ്റ്സ് ആൻഡ് പാസ് ദം along. അടുത്തതിലേക്ക് പാസ് ചെയ്യും, വീണ്ടും റീജനറേറ്റ് ചെയ്ത് സെൻഡ് ചെയ്യും. റിംഗ് ഈസ് റിലേറ്റീവ്ലി ഈസി ടു ഇൻസ്റ്റാൾ ആൻഡ് റീകോൺഫിഗർ. ഈച്ച് ഡിവൈസ് ഈസ് ലിങ്ക് ടു ഓൺലി ഇറ്റ്സ് ഇമ്മീഡിയറ്റ് നെയ്ബർ. ഓരോ ഡിവൈസ് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു പുതിയ ഡിവൈസ് ആഡ് ചെയ്യണം, ഇതിൻ്റെ ഈ 2 ഡിവൈസിൻ്റെ ഇടയ്ക്ക് ഒരു ഡിവൈസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന കേബിൾ ബ്രേക്ക് ചെയ്ത് ആ പുതിയ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യുക. പുതിയ ഡിവൈസിൽ നിന്ന് പോകുന്ന കണക്ഷൻ ഇങ്ങോട്ടും കണക്ട് ചെയ്യുക. അപ്പോൾ പുതിയ റീകോൺഫിഗറേഷൻ വളരെ എളുപ്പമാണ്. ഒരു പുതിയൊരു സിസ്റ്റം വെക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ജസ്റ്റ് അതിൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും വരേണ്ട 2 സിസ്റ്റത്തിലേക്ക് കണക്ഷൻ എടുത്ത് കൊടുത്താൽ മതി. അതുപോലെ ഈ സ്റ്റേഷൻ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഈ സ്റ്റേഷൻ അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ഇവിടെ നിന്നുള്ള വയറിനെ ഡയറക്റ്റായിട്ട് അങ്ങ് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഡയറക്റ്റ് ട്രാൻസ്മിഷൻ നടക്കും. Easy to install and reconfigure. Each device is linked only to its immediate neighbors. To add or delete a device requires changing only 2 connections. ആഡ് ചെയ്യണമെങ്കിലും ഡിലീറ്റ് ചെയ്യണമെങ്കിലും അതിന് തൊട്ടടുത്തുള്ള 2 ഡിവൈസിലേക്കുള്ള കണക്ഷനിൽ മാത്രം വ്യത്യാസം വരുത്തിയാൽ മതി. ഇതിനകത്തൊരു പ്രശ്നമുള്ള എന്താണെന്ന് ചോദിച്ചാൽ യൂണി ഡയറക്ഷണൽ ട്രാഫിക്കാണ്. ഒരു ഡയറക്ഷനിൽ മാത്രമേ ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഇവിടുന്ന് തുടങ്ങി ഇങ്ങോട്ട് വന്ന് വരും. അങ്ങനെ വരത്തുള്ളൂ. അല്ലാതെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകത്തില്ല. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്റ്റേഷന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലും കാര്യന്മാർ തൊട്ടടുത്താണ് ഇരിക്കുന്നതെങ്കിലും ഇങ്ങനെ മാത്രമേ ഡാറ്റ പോകത്തുള്ളൂ. ഈ എല്ലാ ഡാറ്റയിലും കൂടെ എല്ലാ സ്റ്റേഷനിലും കയറി ഇറങ്ങി വേണം ഡാറ്റ വരാൻ. സിമ്പിൾ റിംഗ് ഓർ break the ring in a simple ring, a break in the ring can disable the entire network. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരെണ്ണം ബ്രേക്കായി പോയാലും കമ്മ്യൂണിക്കേഷൻ നടക്കാതെ വരും. കാരണം ആ ലിങ്കിൽ കൂടെ കയറിയിട്ടാണ് അടുത്തതിൽ പോയിട്ട് അവിടുന്ന് വീണ്ടും റിപ്പീറ്റർ വെച്ച് ജനറേറ്റ് ചെയ്ത് അടുത്തതിലേക്ക് പോകുന്നത്. This weakness can be solved by using dual ring or a switch cable of closing and off break. അതായത് ഒരു ഡിവൈസ് ബ്രേക്കായി പോയാലും നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്യുവൽ റിംഗ്, 2 റിംഗ്, അതായത് 2 റിംഗ് തമ്മിൽ 2 റിംഗായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ അതിൽ 2 ഡയറക്ഷനിൽ, ഒരെണ്ണത്തിൽ ഒരു ഡയറക്ഷനിലും മറ്റേ ഡയറക്ഷനിലും ട്രാൻസ്ഫർ നടത്താം. അല്ലെങ്കിൽ സ്വിച്ച് കേബിൾ വെക്കാം. അതായത് നമ്മുടെ ഡിവൈസ് എന്തെങ്കിലും ഓഫായി പോവുകയാണെങ്കിൽ നമ്മുടെ ഡിവൈസിൻ്റെ ഒരു സ്വിച്ച് ഓൺ ആക്കി ഇടുമ്പോഴത്തേക്കും നമ്മുടെ ഡിവൈസിൽ ഡാറ്റ കയറാതെ ഡയറക്റ്റ് അതിൻ്റെ അപ്പുറത്തെ ഡിവൈസിലേക്ക് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്തിടാം.
ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമില്ല, എന്നാലും അറിഞ്ഞിരിക്കാം. ഇനി ഹൈബ്രിഡ് ടോപ്പോളജി. അപ്പോൾ ഈ കേസിലൊക്കെ പറഞ്ഞ് ഇതെല്ലാം ഓരോ തിയറിറ്റിക്കലായിട്ട് ഓരോ ടോപ്പോളജി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ടോപ്പോളജി ഒന്നും കറക്റ്റ് ഇത് ഒന്നെങ്കിൽ സ്റ്റാർ മാത്രം അല്ലെങ്കിൽ മെഷ് മാത്രം അങ്ങനെ ആയിരിക്കില്ല കണക്ട് ചെയ്യുന്നത്. മിക്കവാറും കുറച്ച് സ്ഥലത്ത് സ്റ്റാർ കണക്ട് ചെയ്തിട്ടുണ്ടാവും, വേറൊരു സ്ഥലത്ത് മെഷ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് തമ്മിൽ ഇൻ്റർ കണക്ഷൻ നടത്തിയിട്ടുണ്ടാവും. അത് അങ്ങനെ കണക്ഷൻ നടത്തുന്നതിനാണ് നെറ്റ്വർക്ക് ക്യാൻ ബി ഹൈബ്രിഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഹൈബ്രിഡ് ടോപ്പോളജി ഇസ് എ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ടോപ്പോളജി ദാറ്റ് യൂസസ് 2 or more അതർ നെറ്റ്വർക്ക് ടോപ്പോളജീസ്. അതായത് ബസ് ടോപ്പോളജി ഉണ്ടാവും, മെഷ് ടോപ്പോളജി ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. ഈ കേസിൽ നോക്കിയാൽ ഇതാണ് ഒരു ഹൈബ്രിഡ് ടോപ്പോളജിയുടെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. ഈ പോയേക്കുന്ന കണക്ഷൻ ബസ് ടോപ്പോളജിയാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇതിങ്ങനെ പോയേക്കുന്നത് ബസ് ടോപ്പോളജിയാണ്. ഒരു ബസ് മെയിൻ ലൈൻ പോയിട്ടുണ്ട്, അതിൽ നിന്ന് ടാപ്പ് ഇട്ടിട്ട് ഓരോ ഡിവൈസിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതും അങ്ങനെ തന്നെയാണ് പോയേക്കുന്നത്. പക്ഷേ ഈ 3 ബസ്സുകളെയും തമ്മിൽ ഒരു ഹബ്ബ് വെച്ച്, അതായത് സ്റ്റാർ ടോപ്പോളജി വെച്ചിട്ട് റീകണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ കാണുന്ന നെറ്റ്വർക്കിനകത്ത് സ്റ്റാർ ടോപ്പോളജിയും യൂസ് ചെയ്തിട്ടുണ്ട്, ബസ് ടോപ്പോളജിയും യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ആരും മിണ്ടുന്നില്ല, പോയോ? അപ്പോൾ കാറ്റഗറീസ് ഓഫ് നെറ്റ്വർക്ക് നമുക്ക് അറിയാവുന്നതാണ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പറഞ്ഞോ. ഷംനയ്ക്ക് എന്ത് പറ്റി? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ചെറിയ നെറ്റ്വർക്കുകളാണ്. ഒരു ഏറ്റവും ചെറിയ സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്റം ഒന്ന് ഹാങ് ആയിട്ടുണ്ട്. PPT സ്റ്റക്കായി പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് വെച്ച് തുടരാം. കാറ്റഗറീസ് ഓഫ് നെറ്റ്വർക്ക് 3 ടൈപ്പാണ് മെയിനായിട്ട് വരുന്നത്. ആദ്യത്തേത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് നിങ്ങൾക്കറിയാം, സാധാരണ പ്രൈവറ്റ്ലി ഓൺഡ് ആണ്. ഒരു സിംഗിൾ ഓഫീസിലുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്യാനായിരിക്കും. ഏറ്റവും സിമ്പിൾ കേസിൽ പറഞ്ഞാൽ എൻ്റെ കമ്പ്യൂട്ടർ ഒരു പ്രിൻ്ററും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു LAN കണക്ഷനാണ്, ലോക്കൽ ഏരിയ കണക്ഷനാണ്. LAN is designed to allow resources to be shared between personal computers or workstations. റിസോഴ്സ് ഷെയർ ചെയ്യാനാണ് സാധാരണ ഉദ്ദേശിക്കുന്നത്. റിസോഴ്സ് ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു പ്രിൻ്റർ ഹാർഡ്വെയർ ആവാം, സോഫ്റ്റ്വെയർ ആവാം. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഡാറ്റ ഷെയർ ചെയ്യാനാണ്. ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറും നിങ്ങളുടെ കമ്പ്യൂട്ടറും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, ഡാറ്റയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ കാണുന്ന ഡാറ്റ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നുണ്ട്. ഇനി സോഫ്റ്റ്വെയർ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഹാർഡ്വെയർ ഷെയർ ചെയ്യാം. ഹാർഡ്വെയർ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 10 കമ്പ്യൂട്ടറുണ്ട്, 10 കമ്പ്യൂട്ടറും കൂടെ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ നെറ്റ്വർക്കിൽ ഒരു പ്രിൻ്ററും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ആ കമ്പ്യൂട്ടർ പ്രിൻ്റർ ഉപയോഗിച്ച് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. വേറൊരാൾ ഇവിടെ ആ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തേക്കുന്ന, ആ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തേക്കുന്ന വേറൊരു കമ്പ്യൂട്ടറിൽ നിന്ന് അടുത്തയാൾക്കും പ്രിൻ്റർ പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഹാർഡ്വെയർ ഷെയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഹാർഡ്വെയർ ഷെയറിങ്ങിനൊക്കെ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ സോഫ്റ്റ്വെയർ കമ്പനികളിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഇവിടുത്തെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു US ക്ലയൻ്റ് ആണെങ്കിൽ US ക്ലയൻറ്റിൻ്റെ ഓഫീസിലിരിക്കുന്ന മെഷീനിലേക്ക് ലോഗിൻ ചെയ്തിട്ട് അവിടെ വർക്ക് ചെയ്യും. അപ്പോൾ അവിടുത്തെ ഹാർഡ്വെയർ ആണ് അവർ യൂസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. ഇൻ ജനറൽ LAN വിൽ യൂസ് ഓൺലി 1 ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ മീഡിയം. സാധാരണഗതിയിൽ LAN ഒരു ട്രാൻസ്മിഷൻ മീഡിയം ഉപയോഗിക്കുകയുള്ളൂ. ഒന്നെങ്കിൽ ഒരു ട്വിസ്റ്റഡ് പെയർ ആവാം, അല്ലെങ്കിൽ ഒരു വയർലെസ് മീഡിയ ആവാം. അങ്ങനെ ഏതെങ്കിലും ഒരു മീഡിയ സാധാരണഗതി യൂസ് ചെയ്യുള്ളൂ. ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ അല്ല. ഇതിൻ്റെ കണക്ഷൻ 2 രീതിയിൽ നടക്കുന്നുണ്ട്. ഒരെണ്ണത്തിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് വയർലെസ് ആയിട്ടും വേറൊരെണ്ണത്തിൽ നിന്ന് വയേർഡായിട്ടും കണക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും LAN അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണഗതിയിൽ LAN ഒരേ ഇതേ യൂസ് ചെയ്യാറുള്ളൂ. ദ മോസ്റ്റ് കോമൺ ലാൻ ടോപ്പോളജീസ് ആർ ബസ്, റിംഗ് ആൻഡ് സ്റ്റാർ. ബസ്സും റിങ്ങും സ്റ്റാറുമാണ്. മെഷ് യൂസ് ചെയ്യാറില്ല, കാരണം കേബിളിങ് കൂടുതലായതുകൊണ്ടാണ് യൂസ് ചെയ്യാത്തത്. സ്പീഡ്സ് ആർ നോർമലി 100 to 1000 Mbps ആണ്. ഇത് പഴയതാണ്, ഇപ്പോൾ ഇതിൽ കൂടുതൽ സ്പീഡ് കിട്ടും. എന്നാലും ടെക്സ്റ്റ് പറഞ്ഞേക്കുന്ന വാല്യൂ ഇതായതുകൊണ്ട് അത് ഇപ്പോൾ ഓർത്താൽ മതി.
അടുത്ത വൈഡ് ഏരിയ നെറ്റ്വർക്ക് നിങ്ങൾക്കറിയാം, ലോകമാസാനം വ്യാപിച്ചു കിടക്കുന്നതാണ്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷനാണ്. ജോഗ്രഫിക്കൽ ഏരിയാസ് നമ്മുടെ ഇപ്പം ഇന്ത്യയിലിരുന്ന് നമുക്ക് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. കാരണം അവിടുത്തെ കമ്പ്യൂട്ടറും നമ്മുടെ കമ്പ്യൂട്ടറും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. 2 എക്സാമ്പിൾസ് ആർ പോയിന്റ് ടു പോയിന്റ് വാൻ ആൻഡ് സ്വിച്ച്ഡ് വാൻ. പോയിന്റ് ടു പോയിന്റ് വാനും സ്വിച്ച്ഡ് വാനും ഉണ്ട്. പോയിന്റ് ടു പോയിന്റ് വാൻ എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ലോങ് ഡിസ്റ്റൻസിൽ കമ്മ്യൂണിക്കേഷൻ നടക്കാനായിട്ട് ഒരു കമ്പ്യൂട്ടറും മറ്റൊരു ഡിവൈസും തമ്മിൽ ഒരു വയർ വെച്ച് മാത്രമേ കണക്ഷൻ ഉള്ളൂ. അതായത് ഡയറക്റ്റ് കണക്ഷൻ ആണെങ്കിൽ പോയിന്റ് ടു പോയിന്റ് വാൻ എന്ന് പറയും. ഇത് റെയർ ആയിട്ടേ യൂസ് ചെയ്യാറുള്ളൂ. സ്വിച്ച്ഡ് വാൻ എന്ന് പറഞ്ഞാൽ കുറേ നെറ്റ്വർക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങിയായിരിക്കും ഡാറ്റ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 2 കാര്യങ്ങളുണ്ട്. സ്വിച്ച്ഡ് വാൻ എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും സ്വിച്ച് ചെയ്യും. ഇവിടെ ചെന്നിട്ട് തീരുമാനിക്കും ഇതിലേ പോകണോ എന്ന് തീരുമാനിക്കും. അങ്ങനെ വരുമ്പോഴാണ് സ്വിച്ച്ഡ് വാൻ. ഒരു സിംഗിൾ കമ്പനി ഓൺ ചെയ്യുന്ന വാനിന് എൻ്റർപ്രൈസ് നെറ്റ്വർക്ക് എന്ന് പറയും. ഒരു സിംഗിൾ കമ്പനി, അതായത് TCSന് മാത്രമായിട്ട് ഒരു വാൻ ഉണ്ടെങ്കിൽ, അതായത് TCSൻ്റെ ഇന്ത്യയിലുള്ള ഓഫീസുകളും US-ലുള്ള ഓഫീസും തമ്മിൽ കണക്ട് ചെയ്യാൻ അവർക്ക് മാത്രമായിട്ട് ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അതിന് എൻ്റർപ്രൈസ് നെറ്റ്വർക്ക് എന്ന് പറയും. അടുത്തത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്സ് ആണ്. മാൻ ഈസ് എ നെറ്റ്വർക്ക് അതിൻ്റെ സൈസ് ബിറ്റ്വീൻ ലാൻ ആൻഡ് വാൻ. ലാനും വാനും ഇടയ്ക്ക് സൈസുള്ള ഡിവൈസിനെയാണ് മാൻ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇതൊരു ഡിസ്ട്രിക്റ്റിനകത്തോ ഒരു ടൗണിനകത്തോ ഒതുങ്ങി നിൽക്കും. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ്. മെട്രോ ഉള്ളതുകൊണ്ടല്ല, മെട്രോ സിറ്റിക്കകത്തോ ഡിസ്ട്രിക്റ്റിനകത്തോ ഉള്ളതാണ്. ലാനിൻ്റെയും വാനിൻ്റെയും ഇടയ്ക്ക് സൈസുള്ള, അതായത് ലാനിനെ കഴിഞ്ഞും വലുതും വാനിനെ കഴിഞ്ഞും ചെറുതുമായിട്ടുള്ള ഡിവൈസിന് മാൻ എന്നാണ് പറയുന്നത്. ലാനും വാനും തമ്മിൽ ഡിഫറൻസ് ചോദിക്കാറുണ്ട്. അത് ലാൻ ലിമിറ്റഡ് സൈസാണ്, വാൻ വൈഡർ നെറ്റ്വർക്കാണ്. ലാൻ ഇന്റർകണക്ട്സ് ഹോസ്റ്റ്. വാൻ എന്ന് പറയുന്നത് ഇന്റർകണക്ട് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ലൈക്ക് സ്വിച്ചസ്, റൗട്ടേഴ്സ്, എല്ലാ സാധനങ്ങളും കാണും. ഈവൻ നമ്മുടെ ഇൻ്റർനെറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മൊബൈൽ ടവർ വരെ അതിനകത്തുണ്ടാവും. മോസ്റ്റ്ലി പ്രൈവറ്റ്ലി ഓൺഡാണ്. സാധാരണ ലാൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ കോളേജിലുള്ളതാണെങ്കിൽ നമ്മുടെ കോളേജിൻ്റെ മാത്രമായിരിക്കും. വാൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ എൻ്റർപ്രൈസ് വാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ സ്വന്തം വാനിന് എൻ്റർപ്രൈസ് വാൻ എന്ന് പറയും. പക്ഷേ സാധാരണഗതിയിൽ അങ്ങനെ എൻ്റർപ്രൈസ് വാൻ വെക്കാറില്ല. കാരണം അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ TCSൻ്റെ ഒരു ഓഫീസ് അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് അമേരിക്കയിലേക്ക് ഒരു കണക്ഷൻ നടത്തുക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ട് യൂഷ്വലി ലീസ്റ്റ് പല ആൾക്കാർ തമ്മിൽ ഷെയർ ചെയ്തായിരിക്കും ഉപയോഗിച്ചേക്കുന്നത്. ഇനി ഇൻ്റർ കണക്ഷൻ ഓഫ് നെറ്റ്വർക്ക്സ് എന്ന് പറയും. അതിനാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻ്റർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എന്ന് പറയും. പല ഡിവൈസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഡീറ്റെയിൽസ് വേണ്ട, പ്രോട്ടോകോൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് വേണ്ട. അടുത്ത ISO OSI മോഡലാണ്. ഇത് ജസ്റ്റ് ഇതിൻ്റെ ലെയേഴ്സ് ഓർത്തിരുന്നാൽ മതി. ഇന്ന് കഴിഞ്ഞ വർഷത്തെ നോട്ടുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് പഠിച്ചോളുക. ഇൻ്റർവ്യൂവിന് പോകുന്നവർ ഈ ലെയർ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവുക. ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടൊരു കോഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പ്ലീസ് ഡു നോട്ട് ടെൽ സീക്രട്ട് പാസ്വേഡ് എനിവൺ. ഇവിടെ താഴെ നിന്ന് മേളിലോട്ട് പ്ലീസ് ഡു നോട്ട് ടെൽ സീക്രട്ട് പാസ്വേഡ് എനിവൺ. ഈ ഓർഡറിൽ ഓർത്തിരിക്കുക. അപ്പോൾ ഇതിങ്ങനെ ആ ഓർഡറിൽ ഇതിൻ്റെ ലെയേഴ്സിൻ്റെ പേര് ഓർത്തിരിക്കുക. ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻസ് ലെയർ, പ്രസൻറ്റേഷൻ ലെയർ. ഇൻ്റർവ്യൂവിന് നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്ലീസ് ഡു നോട്ട് ടെൽ സീക്രട്ട് പാസ്വേഡ് എനിവൺ എന്നുള്ളത് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചിട്ടോ, അല്ലെങ്കിൽ അതൊന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിയിട്ട് അതിനൊരു സീക്രട്ട് കോഡുണ്ട്, അത് ഇങ്ങനെയാണ്, അപ്പോൾ അത് വെച്ചിട്ട് ഇന്ന പോലെ ഓർഡർ ആണെന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് പറയാം. അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതിനകത്ത് ഇൻ്റർവ്യൂവർ അത് നെഗറ്റീവായിട്ട് എടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ആ രീതിയിൽ ഓർത്തിരിക്കുക. അപ്പോൾ ഓരോ ലെയറിൻ്റെയും ഫംഗ്ഷനും ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. TCP/IP ലെയർ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് ISO OSI മോഡൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന പേപ്പറിനകത്ത് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനില്ല. പക്ഷേ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലെയറുകളും അതിൻ്റെ ഫംഗ്ഷനും ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ വർഷത്തെ നോട്ട് നോക്കിയിട്ട് എടുക്കുക. ഞാൻ വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കാണിക്കാം, ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ആപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, സെഷൻ ലെയർ, ഇത് ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ. ഇത് വീഡിയോ വരുമ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഒന്ന് വായിച്ച് നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്
ISO OSI എന്ന് പറയുന്ന ഒരു തിയറട്ടിക്കൽ മോഡലാണ്. അതായത് തിയറട്ടിക്കലി ഇങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞ് ISO എന്ന് പറയുന്ന കമ്പനി പറഞ്ഞതാണ്. പക്ഷേ ഇത് പ്രാക്ടിക്കലി ഈ 7 ലെയർ വെച്ച് ആരും ചെയ്യാറില്ല. 5 ലെയറും 4 ലെയറും ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ ഒരു പ്രാക്ടിക്കൽ മോഡലാണ് TCP/IP മോഡൽ എന്ന് പറയുന്ന 5 ലെയറുള്ള മോഡലാണ്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ TCP/IP എന്ന് പറയുന്ന ഒരു 5 ലെയറാണ്. അതിനകത്തും ഇത്ര കുഴപ്പമൊന്നും പഠിക്കാനില്ല. ഇതിൻ്റെ പോലെ തന്നെ ലെയറാണ്. ആകെ വ്യത്യാസമുള്ള ഈ മേളത്തെ 3 ലെയറും കൂടെ ഒന്നിച്ച് ഒറ്റ ലെയറായിട്ട് ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞാണ് പഠിക്കുന്നത്. അപ്പോൾ 1, 2, 3, 4 ഇത് 3 കൂടെ കൂട്ടി 1 5 ലെയറേ അതിനകത്ത് വരത്തുള്ളൂ. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ തുടരും. ഇതുവരെ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?